മോളുടെ അസുഖം എങ്ങനെയുണ്ട്? നല്ലതുപോലെ കുറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത്. പ്രിയ മോളെവിടെ? 2-3 ദിവസമായി മോളെ കണ്ടിട്ട്. വീട്ടിൽ ഒരുപാട് ജോലിയാ. എനിക്കെല്ലാം അറിയാം. ഞാൻ വരട്ടെ. അങ്ങേർക്ക് അവളോട് സംസാരിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിച്ചാ പോരെ? അപ്പൊ അതല്ല, എന്റെ ഗംഗയെ പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചതുപോലെ ഉഷയും ചതിക്കണം. അതാണ് നോട്ടം. സംജ, അവളിങ്ങി വരട്ടെ. റോഡിൽ വെച്ചും തുടങ്ങിയോ സല്ലാപം? ഞാൻ പറയാമല്ലോ, കലാകാരിയാണോ? കല്യാണത്തെ പറ്റി ചിന്തിക്കരുത്. വീണയും കയ്യിലെടുത്ത് ഉഷയിരിക്കുന്ന ആ ഇരിപ്പിന് കിട്ടും രൂപ. പിന്നെ വീണയും കൂടെ വായിച്ച് പാട്ട് പാടിയാലുള്ള കഥ പറയണോ? ഷോ, ഈ മൂദേവി അത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. ഭാര്യ ആയിരുന്നവളാണോ എന്ന് ചോദിക്കണം. അല്ല, എനിക്ക് നിങ്ങളെ പരിചയമുള്ള കാര്യം പോലും ഗംഗയ്ക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഓ, അനന്തരവളെ പറ്റി പറഞ്ഞതിന്റെ ഒരു ദണ്ണം. മോദി വലിച്ചു കയറ്റിയത്. ഉഷ, എന്തു പറ്റി? അവരെനിക്ക് തന്ന ഒടുവിലത്തെ സമ്മാനം. ഉഷ ഇങ്ങനെ ഇവിടെ ഈ രാത്രിയിൽ? എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്തു പോകും. മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്കും ഒരു ജീവിതം വേണം. പ്രിയമോളെ ലാളിച്ച് ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. ഈ വീട്ടിൽ ഒരു പുതിയ ജോലിക്കാരിയുടെ ആവശ്യമില്ല. എനിക്കൊരു രണ്ടാം ഭാര്യ ആവശ്യമുണ്ടെന്ന് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. പക്ഷേ എന്റെ പ്രിയമോൾക്കൊരമ്മ കൂടിയേ തീരും. ഉഷയേക്കാൾ നല്ലൊരമ്മയെ എന്റെ മോൾക്ക് കിട്ടും. നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് ഉഷയ്ക്കറിയാമോ? ചേട്ടൻ വിളിച്ചു, ഞാൻ വന്നു. ഒരു ദുഃഖം ആഘോഷിക്കാനാണ് നമ്മളിവിടെ വന്നത്. ദുഃഖം എങ്ങനെ ആഘോഷിക്കുക? ഈയിടെ ഞാനത് പരിശീലിച്ചു വരികയാണ്. ഓരോ പരാജയവും ഓരോ ആഘോഷമാക്കി മാറ്റുക. എന്താണ് ഉണ്ടായത്? എന്നെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വെറും 3 മാസത്തേക്ക്. ദൈവമേ. ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് സുഖമില്ലാതെ വന്നപ്പോഴെല്ലാം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ശമ്പളത്തോടെ, പാതി ശമ്പളത്തിൽ, ശമ്പളമില്ലാതെ. പോരെങ്കിൽ എന്റെ സ്വഭാവശുദ്ധിയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു?
എന്റെ ആദ്യ ഭാര്യയും നിന്റെ അമ്മാവനുമാണ് പരാതിക്കാർ. എങ്ങനെയുണ്ട്? ആഘോഷമെന്ന് പറയുന്നത് കരച്ചിലല്ല, ചിരിയാണ്. ഏതായാലും ഞാൻ വന്ന സമയം കൊള്ളാം. വല്ലാത്ത ഭാഗ്യം. പക്ഷേ നിനക്കറിയാമോ, കൊച്ചു കൊച്ചു ദുഃഖങ്ങളിൽ നിന്നാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ ജനിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ ഉദ്യോഗം രാജിവെക്കും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഞാൻ കാശ്മീരിൽ വെച്ച് പ്രേമവിവാഹം കഴിച്ചു എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയാവൂ. ആ പെണ്ണാണ് ഉഷ. മനസ്സിലായി? നീ പ്രസവിച്ച കുഞ്ഞാണ് എന്റെ പ്രിയം, നിന്റെ സ്വന്തം മകൾ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഉഷ നിന്റെ സ്വന്തം അമ്മയാണ്. അവൾ ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ കരഞ്ഞതും നിനക്ക് വേണ്ടിയാണ്. എന്റെ മോളെ, നീ എന്നെ ഒരു രണ്ടാനമ്മയായി കരുതരുതേ. അമ്മയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അമ്മേന്റെ സ്വന്തം അമ്മയല്ലെന്ന് ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നുന്നു. അവര് ചീത്ത സ്ത്രീയായിരിക്കാം, അച്ഛൻ അവരോട് വെറുപ്പായിരിക്കാം, പക്ഷേ അവരല്ലേ എന്റെ സ്വന്തം അമ്മ. 18 കൊല്ലം ഞാൻ നിനക്ക് തന്ന സ്നേഹത്തെക്കാൾ വലുതാണോ സ്വന്തം എന്ന വാക്ക്? അതെ അമ്മേ, സ്വന്തം എന്ന വാക്കിന്റെ വില വളരെ വലുതാണ്. എന്നെ പ്രസവിച്ച സ്ത്രീ എത്ര ചീത്തയായിരുന്നാലും അവരാണ് എന്റെ അമ്മ. അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ഞാൻ. നീ എന്തിന് കരയുന്നു? പ്രിയ പറഞ്ഞത് സത്യമല്ലേ? ഗംഗ അവളുടെ പെറ്റമ്മയും നീ അവളുടെ വളർത്തമ്മയുമാണ്. അപ്പൊ ഞാൻ വരെ രണ്ടാനമ്മ അല്ലേ? സത്യം പോലും സത്യം. എവിടെയാണ് സത്യം? നിന്റെ ഈ ദുഃഖം തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ഇന്നല്ലെങ്കിൽ നാളെ പ്രിയയും അത് മനസ്സിലാക്കും. അതുവരെ എല്ലാം സഹിച്ചേ പറ്റൂ.